രാഷ്ട്രീയവും മതവും കൂട്ടിക്കുഴയ്ക്കരുതെന്ന് യാക്കോബായ സഭാധ്യക്ഷൻ ഇഗ്നാത്തിയോസ് അപ്രേം ദ്വിതീയൻ പാത്രിയാർക്കിസ് ബാവ. ജനങ്ങളുടെ സൗഹൃദം ഉറപ്പുവരുത്തേണ്ടത് സർക്കാരുകളാണ്. വൈവിധ്യങ്ങളുടെ നാടാണ് ഇന്ത്യയെന്നും യാക്കോബായ സഭാധ്യക്ഷൻ പറഞ്ഞു. വൈവിധ്യങ്ങളുടെ നാടാണ് ഇന്ത്യ. മണിപ്പൂരിൽ സംഘർഷത്തിന് മതം മാത്രമാണ് വിഷയമെന്ന് തോന്നുന്നില്ല. ജനങ്ങൾ സൗഹാർദ്ദപരമായി ജീവിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് സർക്കാരുകളാണെന്നും യാക്കോബായ സഭ ആഗോളതലവൻ പരിശുദ്ധ ഇഗ്നാത്തിയോസ് അപ്രേം ദ്വിതീയൻ പാത്രിയാർക്കിസ് ബാവ തിരുവനന്തപുരത്ത് പറഞ്ഞു. Religion is the only thing, and of course it's the responsibility of every government, whether state or central, to make sure that people live together in harmony, to make sure that everyone is protected, all religions, all components of the society, whether religious or otherwise, are protected under the same law and in the same spirit of the tolerance that India is known for. We believe mixing religion with politics will spoil politics, and using politics in religion also will spoil religion. So for us it's much better to have the two issues separate. കേരളത്തിൽ ജനങ്ങളെല്ലാം ഒത്തൊരുമയോടെയാണ് ജീവിക്കുന്നത്. മുഖ്യമന്ത്രിയെയും മറ്റ് ജനപ്രതിനിധികളെയും കാണുകയും വിവിധ വിഷയങ്ങളിൽ ചർച്ച നടത്തുകയും ചെയ്തു. കേരളത്തിൽ സഭാപ്രശ്നങ്ങളിൽ മാറ്റമുണ്ടായിട്ടില്ല എന്നത് നിരാശാജനകമാണ്. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തനിക്ക് കഴിയുന്നതെല്ലാം ചെയ്യാമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയതായും പാത്രിയാർക്കിസ് ബാവ കൂട്ടിച്ചേർത്തു. The Chief Minister that we thanked him for the cemetery bill that was passed and definitely helped our people, although did not give them all their rights, but it helped them in matters of burial. And then we openly and clearly in front of everybody, we asked him to continue his efforts to bring the church bill into the assembly, that it may be voted upon and made into a law that will guarantee freedom of worship of everyone. I can say that we are promised that he will do his best. രാഷ്ട്രീയത്തിനും മതത്തിനും ജീവിതത്തിൽ വ്യത്യസ്തമായ നിലനിൽപ്പാണുള്ളത്. ഇന്ത്യയിലെ രാഷ്ട്രീയക്കാർ അവരുടെ ചുമതല കൃത്യമായി നിർവഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. ദേശീയ പര്യടനത്തിന്റെ ഭാഗമായാണ് യാക്കോബായ സഭ ആഗോളതലവൻ പരിശുദ്ധ ഇഗ്നാത്തിയോസ് അപ്രേം ദ്വിതീയൻ പാത്രിയാർക്കിസ് ബാവ തിരുവനന്തപുരത്ത് എത്തിയത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.